ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി ഞാൻ ഈ വീഡിയോസൊക്കെ കുറേ നാളുകൾക്ക് മുമ്പ് എടുത്തു വെച്ചിട്ട് ഉള്ള വീഡിയോസാണ്. ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് പെൻഡിങ് ആയിരുന്നു. അതുകൊണ്ട് പോസ്റ്റ് ചെയ്ത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വൈകിപ്പോയി. ഇതാണ് നമ്മൾ 2026 ഫസ്റ്റ് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ. സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് മടിയായിട്ടുണ്ടായിരുന്നു വോയിസ് ഓവർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് വോയിസ് ഓവറും എഡിറ്റ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ വളരെ കുറച്ച് വ്യൂസ് മാത്രമേ കിട്ടുന്നുള്ളൂ. കൂടി ഒന്ന് 100-150 വ്യൂസിൽ കൂടുതൽ കിട്ടുന്നതേ ഇല്ല. ഞാനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ലൈവിൽ വരുമ്പോൾ എനിക്ക് അതിൻ്റെ ഇരട്ടി വ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചൊരു മടുപ്പും കൂടി ആയി. പക്ഷേ എനിക്ക് എടുത്തു വെച്ച വീഡിയോസ് പോസ്റ്റ് ചെയ്യാതിരിക്കാൻ ഒരു വിഷമം. ഞാനിതൊക്കെ കഷ്ടപ്പെട്ട് എടുത്തു വെച്ച വീഡിയോസ് ആണല്ലോ, ഇതൊന്നും എനിക്ക് ഡിലീറ്റ് ചെയ്യാനും തോന്നുന്നില്ല പോസ്റ്റ് ചെയ്യാതെ. അതാണ് ഞാൻ പിന്നെ ഇപ്പം നമ്മുടെ 2026 ഫസ്റ്റ് വീഡിയോ നമ്മുടെ മുല്ലയ്ക്കൽ ചിറപ്പിൻ്റെ ആയിക്കോട്ടെ എന്ന് കരുതി. അതൊക്കെ പോട്ടെ, നമുക്ക് എന്തായാലും മുല്ലയ്ക്കൽ ചിറപ്പിൻ്റെ വിശേഷങ്ങൾ കാണാം. ഞാൻ ഈ മുല്ലയ്ക്കൽ ചിറപ്പിനൊക്കെ വന്നു തുടങ്ങിയത് എൻ്റെ കല്യാണത്തിന് ശേഷമാണ്. അതിന് മുമ്പ് എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ ഇതുപോലെ ചിറപ്പിനൊന്നും അങ്ങനെ പോകാറില്ലായിരുന്നു. നമ്മൾ സ്ഥിരം പോകുന്നത് നമ്മുടെ നാട്ടിലെ തൃക്കുന്നപ്പുഴൊരു ഉത്സവത്തിന് മാത്രമായിരുന്നു. പക്ഷെ ചേട്ടനൊക്കെ എല്ലാ വർഷവും ചേട്ടൻ്റെ കസിൻസിൻ്റെ ഒക്കെ കൂടെ ഇതുപോലെ ചിറപ്പിനൊക്കെ വരുമായിരുന്നു. അപ്പോൾ ചേട്ടനാണ് എന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ചിറപ്പിനൊക്കെ കൊണ്ടുപോയി തുടങ്ങിയത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ചിറപ്പിന് ഇതുപോലെ ഞങ്ങൾ കസിൻസൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞങ്ങൾ തന്നെ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ചിറപ്പിന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ചേട്ടൻ്റെ അച്ഛൻ്റെ വയ്യാതൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. തേർഡ് ചിറപ്പ്, അതായത് ലാസ്റ്റ് ഇയറിലെ ചിറപ്പിനും ഞങ്ങൾ ഇതുപോലെ കസിൻസൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ ചിറപ്പിനും ഞങ്ങൾ നേരത്തെ പോയി. സാധാരണ ഞങ്ങൾ ചിറപ്പിന് പോകുന്നത് അത് എൻഡ് ചെയ്യുന്ന ടൈമിലായിരിക്കും, ഒന്നെങ്കിൽ ക്രിസ്മസിൻ്റെ ആ ടൈമിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ നല്ല തിരക്കായിരിക്കും. ഈ വട്ടം എന്തായാലും ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്രയ്ക്ക് തിരക്കൊന്നും ഇല്ലായിരുന്നു. തിരക്കുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ലാസ്റ്റ് വർഷങ്ങളിൽ പോയ അത്ര തിരക്കുണ്ടായിരുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഉത്സവങ്ങൾക്കും ചിറപ്പിനും ഒക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ പോകാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടനുമായിട്ട് അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ വർഷവും പോകാൻ പറ്റിയിട്ടുണ്ട്. എനിക്കങ്ങനെ ഒരുപാട് സാധനങ്ങൾ അങ്ങനൊന്നും വാങ്ങിക്കണ്ട. എനിക്കിതെല്ലാം ഇങ്ങനെ ഇങ്ങനെ കുറച്ച് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നാൽ മതി. അങ്ങനെ ഒരുപാട് ഇങ്ങനെ ആക്സസറീസ് അങ്ങനെ സാധനങ്ങളോട് എനിക്ക് വലിയ ക്രേസും കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ഇയർ നമ്മൾ അമ്മയും ചിറ്റയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ വട്ടം അമ്മയില്ലായിരുന്നു, ചിറ്റ അല്ലാണ്ട് ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് ഇയർ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പോട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ഈ വട്ടം പക്ഷെ കണ്ടില്ല. അതൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ കൂടി കരുതിയിട്ടാണ് വന്നത്. പക്ഷെ നമ്മൾ ഈ വട്ടം പോട്ടും കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം നടന്നു. ഇപ്രാവശ്യം നമുക്ക് റോഡൊക്കെ പൊളിച്ചിട്ടേക്കുന്നത് കൊണ്ട് നമുക്ക് അപ്പുറത്തോട്ട് ഏരിയയിലോട്ടൊന്നും പോകാൻ പറ്റിയില്ല. നമ്മൾ പാലം കയറി അപ്പുറത്ത് കിടങ്ങാമ്പറമ്പ് അമ്പലത്തിൻ്റെ അവിടോട്ടൊന്നും പോയില്ല. കാരണം നമ്മൾ പോയ ദിവസം എന്തായിരുന്നു, ടെമ്പററി പാലമൊന്നും അവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരം മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ ദിവസം ലൈവിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ടൈമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു കുഞ്ഞ് ലൈവിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അധികം വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഞാൻ ഒരു 15 മിനിറ്റ് ലൈവിൽ പോയത് 4 മിനിറ്റ് മാത്രമേ അത് പോസ്റ്റ് ചെയ്തപ്പോൾ കണ്ടുള്ളൂ. അതെന്ത് പറ്റിയെന്ന് അറിയില്ല. എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ കാര്യങ്ങളായിരിക്കും. ഇതാണ് മുല്ലയ്ക്കൽ അമ്പലം. മുല്ലയ്ക്കൽ അമ്പലമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ നടന്നു. അമ്പലത്തിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒരു സൈഡിലെ കടകളെല്ലാം കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ മറ്റേ സൈഡിലെ കടകളൊക്കെ കണ്ടുവരാനുള്ള പ്ലാൻ ആയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ചേട്ടൻ രക്ഷപ്പെട്ടു. ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസിനോടാണെങ്കിലും എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് നമ്മുടെ കപ്പലണ്ടി, ബജ്ജി അങ്ങനത്തെ ഐറ്റംസാണ് താല്പര്യം. ഇതൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ ഈ ഒരു സംഭവം ഇങ്ങനെ തൂക്കിയിടാൻ സംഭവം കുറേ നമ്മൾ കണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വാങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ വട്ടത്തെ മുല്ലയ്ക്കൽ ചിറപ്പിൻ്റെ ട്രെൻഡിങ് ആയി പോയത് ഈ ചേട്ടനായിരുന്നു എന്ന് തോന്നുന്നു. ഈ കുലുക്കി ചേട്ടൻ ഒരുപാട് ചിറപ്പ് വ്ളോഗ്സിലും റീൽസിലൊക്കെ ഞാൻ കണ്ടു. പുള്ളിയെ വെറുതെ വിട്ടില്ല. പുള്ളിയുടെ ഒരു വീഡിയോ നമ്മളും ഇനി എടുത്തു. ചേട്ടൻ ഡാൻസ് കളിക്കുന്ന ഏത് പാട്ടാണെന്ന് പറയാമോ ഗൈസ്? പിന്നെ ഞങ്ങളുടെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നല്ല ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇയറിൻ്റെ അത്ര തിരക്കും ഇല്ലായിരുന്നു. നമുക്ക് നല്ല ആസ്വദിച്ച് പോകും. കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ ക്രിസ്മസോ ആ സമയത്തെന്തോ ആണ് പോയത്. അപ്പോൾ നമ്മളിങ്ങനെ തള്ളിക്കൊണ്ട് പോയായിരുന്നു ആൾക്കാർ. പക്ഷേ ഈ വട്ടം ഞങ്ങൾ നല്ല ഫ്രീ ആയിട്ടാണ് പോയത്. അധികം ക്ഷീണിച്ചിട്ടും ഇല്ലായിരുന്നു അത്രയും നടന്നിട്ടും. ഈ ഒരു ബലൂൺ സ്ഥിരം വരുന്ന സംഭവമാണ്. നമ്മൾ തൃക്കുന്നപ്പുഴയിലെ ഉത്സവത്തിന് പിള്ളേർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനധികം ആയുസൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ ഈ മറുനാടൻ മഹാമേളയിൽ നമ്മൾ ലാസ്റ്റ് ടൈം കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ പറ്റിയ പഴയ കാലത്തെ മിഠായികൾ അതുപോലത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഇങ്ങനെ കളിക്കുന്ന ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കറങ്ങുന്ന സംഭവം എന്താണ് അതിന് പറയുന്നത്, അതും ഇങ്ങനെ വള്ളം പോലത്തെ സാധനമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒന്നും നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ തിരിച്ച് വന്ന ടൈമിൽ. പിന്നെ നമ്മൾ ആദ്യം കപ്പലണ്ടി വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്തു. കപ്പലണ്ടിയൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് നമ്മൾ ഇനി തിരിച്ചു പോന്നു. കാരണം അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ എനിക്ക് കുറച്ച് ബാഗും കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ അങ്ങോട്ട് ആ ഏരിയയിലോട്ട് പോയില്ല. പിന്നെ ഞാൻ കരുതി തിരിച്ചു വരുമ്പോൾ നോക്കാമെന്ന്. ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. പഴയ വന്ന ലാസ്റ്റ് ഇയർ ഉള്ള കടകളൊക്കെ തന്നെ ആയിരുന്നു. ഞങ്ങളിപ്പോൾ മെയിൻലി നോക്കുന്നത് നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഹോം ഡെക്കർ ഐറ്റംസ് ഉണ്ടോ എന്നൊക്കെയായിരുന്നു. അങ്ങനെ കുറച്ചധികം ഫ്ലവർ പോട്ടും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. പോട്ടല്ലാതെ ഇങ്ങനത്തെ കുറച്ച് ഫ്ലവർ വേസ് പോലത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല. ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്ന സാധനങ്ങളായതുകൊണ്ട് ഇതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല. ഇത് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ അവിടെയൊക്കെ വെക്കാൻ പറ്റിയത് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് തിരിച്ച് നടക്കാം. തിരിച്ച് നടന്ന് കുറച്ച് എത്തിയപ്പോഴാണ് നമ്മൾ കുറച്ച് കമ്മലുകളൊക്കെ കണ്ടത്. അപ്പോൾ നമ്മൾ കമ്മലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് പർച്ചേസും കാര്യങ്ങളൊക്കെ. എനിക്ക് പൊതുവേ കമ്മലിനോടൊന്നും അങ്ങനെ വലിയ ക്രേസ് ഇല്ല. എന്നാലും ഞാനിങ്ങനെ വാങ്ങിച്ചു വെക്കും. ഉപയോഗിച്ചില്ലെങ്കിലും കുറേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ട അത് തന്നെ ഉപയോഗിക്കുന്ന ആളാണ്. അതല്ലെങ്കിൽ ഒന്ന് നശിച്ചു പോകണം, അതുവരെ ഞാൻ ആ സാധനം തന്നെ ഉപയോഗിക്കും. അല്ലാണ്ട് ഇങ്ങനെ മാച്ചിങ് ഇടണം അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കില്ല. ഞാൻ വാങ്ങിച്ചു വെക്കാറുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് എനിക്കത് ഒരുപാട് വാങ്ങിക്കണമെന്നുമില്ല. അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പോഴാണ് ഈ ചേച്ചിയെ കണ്ടത്. ഈ ചേച്ചിയാണെങ്കിലോ പടപടാന്ന് മലയാളവും പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ബാർഗെയിൻ ചെയ്യാൻ ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ചേച്ചി എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ വെച്ചിട്ട് പോവാൻ. അപ്പം എനിക്ക് മതിയായി. ചേച്ചി എന്തൊക്കെ വിലയാണോ പറഞ്ഞതെന്നറിയില്ല. എന്തായാലും നമ്മൾ അവിടുന്ന് കുറച്ച് കമ്മലും കാര്യങ്ങളും എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഈ വീഡിയോയുടെ എൻഡിലിടാം കേട്ടോ. നമ്മൾ വാങ്ങിച്ച കമ്മലും കാര്യങ്ങളൊക്കെ. മെയിൻലി കമ്മലാണ് വാങ്ങിച്ചത്. എനിക്ക് ഈ വള അങ്ങനത്തെ ഐറ്റംസിനോട് തീരെ താല്പര്യമില്ല. അങ്ങനെ ചേച്ചിയോട് വഴക്കിയിട്ട് കുറച്ച് കമ്മലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീണ്ടും നടന്നു. എന്നിട്ട് നമ്മൾ പിന്നെ ഓരോരോ കടകളിലൊക്കെ ആയിട്ട് കയറി. ഞാൻ അധികം ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. പിന്നെ ബാക്കി എല്ലാവരും പിള്ളേർക്കും അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ നോക്കി, പിള്ളേർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടന്ന് വന്ന വഴിയിലാണ് നമ്മൾ ഈ സാന്താക്ലോസിനെ കണ്ടത്. ഞങ്ങൾ ലാസ്റ്റ് ഇയർ അമ്മയൊക്കെ ആയിട്ട് വന്നപ്പോൾ ഈ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു വെള്ളം ഒഴുകുന്ന ഒരു ബുദ്ധൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ലാസ്റ്റ് ഇയർ നമ്മുടെ വീടിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ വീട്ടിൽ വെക്കാൻ ഇങ്ങനെ ബുദ്ധൻ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു 10K എന്തോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ബുദ്ധൻ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ നമുക്ക് വേറെ ബുദ്ധനെ കിട്ടി. നമ്മൾ നിൽക്കാനുള്ള കാരണം ഈ സാന്തയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ സാന്തയുടെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. കൊച്ചച്ഛനും മോളും ഇവിടെ വൈബിങ് ആണ്. കുറേ നേരം നമ്മൾ അവിടെ നിന്നിട്ടാണ് പോയത്. അടുത്ത ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കാനുള്ള ക്യൂ ആയിരുന്നു. പിന്നെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് അവിടുന്ന് മാറിയത്. അങ്ങനെ അവിടുന്ന് നമ്മൾ കുറച്ച് നടന്നപ്പോൾ വീണ്ടും മറ്റേ 40 രൂപയുടെയും 20 രൂപയുടെയൊക്കെ ഉള്ളൊരു കട കണ്ടു. അവിടെയും കയറി കുറച്ച് കമ്മലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം നമ്മൾ വീണ്ടും നടന്നു. ഈ വട്ടം നമ്മൾ കുലുക്കിയൊന്നും കുടിച്ചില്ല. സാധാരണ ഞങ്ങൾക്ക് ഈ ഉത്സവം ചെറപ്പിനൊക്കെ പോയാൽ മസ്റ്റായിട്ടുള്ള കാര്യമായിരിക്കും ഒരു കുലുക്കി സർബത്തെങ്കിലും കുടിക്കാതെ ഞങ്ങൾ വീട്ടിൽ പോയില്ല. പക്ഷേ ഈ വട്ടം നമ്മൾ കുലുക്കി കുടിച്ചതേയില്ല. പോട്ടെ, നമുക്ക് നെക്സ്റ്റ് ടൈം കുടിക്കാം കേട്ടോ. അങ്ങനെ നടന്ന് വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും വിശന്നു. അങ്ങനെ നമ്മൾ അവിടെ തന്നെ ഉള്ളൊരു ക്രീം കോർണർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. ആ ഏരിയയിലുള്ള എല്ലാ റെസ്റ്റോറൻറ്റിലും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഇതൊക്കെ നടന്ന് എല്ലാവരും ക്ഷീണിച്ച് ഇവിടുന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടല്ലേ വീട്ടിൽ പോകത്തുള്ളൂ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു. ഞങ്ങൾ കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ ഉള്ള സീറ്റൊക്കെ കിട്ടി. അങ്ങനെ എല്ലാവരും ഫുഡിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ഞങ്ങൾ ആ ദിവസം ഒത്തിരി ടയേർഡായ ദിവസമായിരുന്നു. ഞങ്ങൾ 2-3 സ്ഥലത്ത് പോയിട്ടാണ് ചെറപ്പിന് പോയത്. നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്തൊരു 2-3 സ്ഥലങ്ങളുണ്ടായിരുന്നു ആ ദിവസം പോകേണ്ടത്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. ആദ്യം ഞങ്ങൾ പോകുന്നില്ല എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇപ്പോൾ പോയില്ലേ പിന്നെ പോകത്തുമില്ല. അതുകൊണ്ട് പിന്നെ എന്തായാലും പെട്ടെന്ന് ഓടിച്ചാടി അവിടെ പോയി എന്തായാലും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ക്ഷീണമൊന്നും വന്നില്ല. കാരണം അത്രയും ദൂരം നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അധികം തിരക്കും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഇയറൊക്കെ അപേക്ഷിച്ച് തിരക്ക് വളരെ കുറവായിരുന്നു നമ്മൾ പോയ ദിവസം. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. ചപ്പാത്തിയും ഫ്രൈഡ് റൈസും അതും ഇതുമൊക്കെ കഴിച്ചു. അപ്പവും ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചു. എല്ലാം മറന്നു. ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ട് കുറച്ച് നാളായില്ലേ.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം കുറച്ച് സംഭവങ്ങളൂടി നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു, പക്ഷേ അതൊന്നും കണ്ടില്ല. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത്. അപ്പോൾ ഞങ്ങൾ ഇത് കഴിച്ചിട്ട് അതൊക്കെ പോയി നോക്കാമെന്ന്. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇതൊന്നും നമ്മൾ കയറിയില്ല. പക്ഷെ നമ്മുടെ കാത്തുക്കുട്ടിക്ക് കയറണം എന്ന് പറഞ്ഞ ആൾ വഴക്കൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പം തിരക്കായിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ തിരക്കില്ലായിരുന്നു, പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ സാറ്റർഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ദൂരം നടന്നപ്പം നമ്മുടെ തലയിൽ വെക്കാൻ പറ്റിയ നല്ലൊരു സൈസ് ക്ലിപ്പ് കണ്ടായിരുന്നു. ക്ലിപ്പല്ല, എന്താ അതിന് പറയുന്നത്, ക്രഞ്ചീസ് പോലത്തെ കുറച്ച് സാധനം കണ്ടായിരുന്നു. ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവർ കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നും വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പോകുന്ന പോക്ക് നിങ്ങൾ കാണണം. ഈ ചേച്ചിയുടെ തലയിലിരിക്കുന്ന സംഭവം കണ്ടോ, ഇതാണ് നമ്മൾ വാങ്ങിച്ചത്. ചേച്ചി ഇത് അപ്പോഴേ ഉദ്ഘാടിച്ചിരുന്നു. കാരണം ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി നമ്മൾ ബാഗ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 2 ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഈ ബാഗിനകത്താക്കി. ഒന്നും വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞു പോയ ഞാനാണ്. എൻ്റെ കയ്യിലായിരുന്നു ഒത്തിരി സാധനങ്ങൾ. ആക്ച്വലി ഇതിൻ്റെ ഒരു റീൽ എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്, പക്ഷെ എനിക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളൊരു ജാതിക്കുള്ള ആൾക്കാരുണ്ട്. പിന്നെ കയ്യിൽ കുറേ സാധനങ്ങളും ഉണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചത്. ചെറുപ്പ് കഴിഞ്ഞിട്ടുള്ള വരവാണിത്. എൻ്റെ കയ്യിൽ നിറച്ച ബാഗ്. അങ്ങനെ സാധനങ്ങളെല്ലാം കെട്ടിപ്പൊക്കി വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ മുല്ലയ്ക്കൽ ശരപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. അയ്യോ ഗൈസ്, നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ കണ്ടേ, അതും കൂടി കാണിച്ചിട്ട് വീഡിയോ ഉണ്ട് കേട്ടോ. ഈ ബാഗ് ഇതുപോലെ തന്നെ വേറൊരു ബാഗും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് അമ്മയ്ക്ക് കൊടുത്തു. പിന്നെ കുറച്ച് ക്രഞ്ചീസ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഈ 3 ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കമ്മൽ എനിക്ക് ചേട്ടൻ വാങ്ങിച്ചു തന്നെയാണ്. പക്ഷേ ഈ കമ്മൽ എനിക്ക് മാച്ചിങ് ആയിട്ട് ഡ്രസ്സ് ഇല്ല, ഡ്രസ്സ് വരെ വാങ്ങിക്കണം. ഇതും ചേട്ടൻ വാങ്ങിച്ചു തന്നെയാണ്. ഇതെനിക്ക് ചേച്ചി വാങ്ങിച്ചു തന്ന കമ്മലാണ്. ഇതൊന്നും ഞാൻ ഉദ്ഘാടിച്ചിട്ടില്ല. കൂട്ടത്തിൽ ഉദ്ഘാടിച്ച കമ്മൽ ഈ ബട്ടർഫ്ലൈ മാത്രമേ ഉള്ളൂ. ഇതെനിക്ക് ചേട്ടൻ്റെ കസിൻ വാങ്ങിച്ചു തന്നെയാണ്. പറഞ്ഞ ഈ ഒരു കമ്മൽ ഉണ്ടായിരുന്നു, കൂട്ടത്തിൽ ഇതും കൂടി ഉണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് ഉദ്ഘാടിക്കണം. പിന്നെ എൻ്റെ ചേച്ചിക്ക് ഒരു കമ്മലും വളയും വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് സാധനങ്ങളായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ പോവാണേ. ബൈ. താങ്ക് യു.